പത്തനംതിട്ട വെച്ചൂച്ചിറയിലെ ജസ്ന തിരോധാന കേസിൽ പിതാവിന്റെ ഹർജിയിൽ മറുപടി നൽകാൻ സിബിഐ സമയം ആവശ്യപ്പെട്ടു. സിബിഐ അന്വേഷണം കാര്യക്ഷമമല്ല എന്നായിരുന്നു പിതാവിന്റെ ഹർജി. കേസ് ഏപ്രിൽ 5-ന് തിരുവനന്തപുരം CJM കോടതി പരിഗണിക്കും. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, എന്താണ് സിബിഐ അറിയിക്കുന്നത്? പൂജ, ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച അന്വേഷണം CBI അവസാനിപ്പിച്ചതിനെതിരെയാണ് ജസ്നയുടെ പിതാവ് തിരുവനന്തപുരം CJM കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജിയിൽ എടുത്തു പറഞ്ഞിരുന്ന കാര്യം ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒട്ടേറെ കാര്യങ്ങൾ CBI അന്വേഷിക്കാതെ വിട്ടു എന്നുള്ളതാണ്. ഒന്ന്, ജസ്നയുടെ സുഹൃത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം CBI നടത്തിയില്ല. ജസ്നയെ ദുരുപയോഗം ചെയ്യാൻ, ഈ സുഹൃത്ത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ദുരുപയോഗവുമായി ബന്ധപ്പെട്ടായിരിക്കണം ജസ്നയുടെ തിരോധാനം സംഭവിച്ചത് എന്നുള്ള സംശയമാണ് ഈ ഹർജിയിൽ പിതാവ് സംശയിക്കുന്നത്. അതിന് കാരണമായി പറഞ്ഞത് ജസ്നയ്ക്ക് ആ സമയം ഉണ്ടായിരുന്ന രക്തസ്രാവമാണ്. അതിനൊപ്പം തന്നെ ജസ്ന ഒരു NSS ക്യാമ്പിൽ കോളേജിന് പുറത്ത് പങ്കെടുത്തിരുന്നു. അക്കാര്യം അന്വേഷിച്ചില്ല. ജസ്നയുടെ തിരോധാനം സംഭവിച്ച സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ CBI പരിശോധിച്ചില്ല എന്നുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ന് CJM കോടതി ഹർജി പരിഗണിച്ചു. CBIയോട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിച്ചു. അപ്പോൾ CBI ഈ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം നൽകാൻ സമയം വേണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ഇപ്പോൾ ഏപ്രിൽ 5-ന് വീണ്ടും കോടതി പരിഗണിക്കും. അതായത് CBIക്ക് ഈ കൂടുതൽ സമയം അനുവദിക്കണോ എന്നുള്ള കാര്യം പരിശോധിക്കാനാണ് ഏപ്രിൽ 5-ന് ഈ കേസ് പരിഗണിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്ന് മറ്റൊരു ഹർജി കൂടി ഈ ജസ്നയുടെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ മുൻപാകെ വന്നിട്ടുണ്ട്. അത് ഈ കേസിൽ കക്ഷി ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം സ്വദേശിയാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. അയാൾ പറയുന്നത്, അയാൾ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തനിക്ക് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങൾ ഈ കോടതിയിൽ പറയാൻ തനിക്ക് കഴിയും. അതുകൊണ്ട് ഈ കേസിൽ കക്ഷി ചേർക്കണം എന്നാണ് ആ ഹർജിയും പറയുന്നത്. ആ സ്വകാര്യ ഹർജി പരിഗണിക്കുന്നതും ഏപ്രിൽ 5-ലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. പൂജ. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.